കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും എഡ്യൂക്കേഷൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തതെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പൊ കീം നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്. കുറച്ചൊക്കെ കുട്ടികൾ എന്താ പറയുക ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. പക്ഷെ ആരും ടെൻഷൻ അടിക്കണ്ട. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കീം ഒറിജിനൽ എക്സാമിന് ചോദിക്കാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ പഠിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ്. എങ്ങനെ പഠിച്ചെടുക്കാന്ന് മാത്രമല്ല, കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം കൈ കിട്ടുന്ന പോലെ ഇരിക്കും. ഇത് ഇല്ലീഗലൊന്നും അല്ല, ആരും പേടിക്കേണ്ട. നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവത്തിന്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നു എന്നേ ഉള്ളൂ. കൺഫ്യൂഷൻ ആവണ്ട. ഞാൻ ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്ക് ഇപ്പൊ കീം എന്താ പറയുക ജെഇ പോലെ ആക്കിയിട്ടുണ്ടല്ലോ, ഓൺലൈനാണ്, പല ദിവസങ്ങളുണ്ട്, പല സെഷൻസ് ഉണ്ട് അല്ലേ. ഇതിന്റെ സെഷൻസ് ഇപ്പൊ കഴിഞ്ഞ വട്ടത്തെ പേപ്പർ ഞാൻ എടുത്തു നോക്കി. അപ്പൊ ഞാനൊക്കെ ഉള്ള സമയത്ത് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ 3 വർഷം മുമ്പ് എഴുതിയത്. അപ്പൊ നമ്മുടെ ഈ കറപ്പിക്കണ OMR പരിപാടിയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്, നമുക്ക് ഈ ഓൺലൈൻ സെഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അത് എന്താന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യില്ല, ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല. പക്ഷെ കോൺസെപ്റ്റ്സ് നല്ല രീതിക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, മോർ ഫ്രീക്വന്റ് ദാൻ ജെഇ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞ് തന്നെ തുടങ്ങാം, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ കാറ്റലിസ്റ്റുകളെ കുറിച്ചിട്ട് കെമിസ്ട്രിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വിചാരിക്കാം. ബാക്കിയുള്ള സെഷൻസിലും ആ കാറ്റലിസ്റ്റിനെ കുറിച്ച് ആവണമെന്നില്ല, പക്ഷെ ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റിനെ കുറിച്ച് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഞാൻ അതും പോട്ടെ. ഇപ്പോൾ കെമിസ്ട്രി ഫിസിക്സിൽ നമുക്ക് മോഡേൺ ഫിസിക്സിലത്തെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട് വിചാരിക്കാം. അപ്പോൾ വാല്യൂസ് സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും യൂണിറ്റ്സ് ഒക്കെ മാറ്റിയിട്ട് ആ ഒരു ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേറൊരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത എന്താണ്, കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ലെവറേജ് ചെയ്യാൻ പറ്റും നോക്കുകയെങ്കിൽ നമ്മൾ എല്ലാവരും 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഈ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു 4 മാർക്ക് നമ്മുടെ കയ്യിൽ വന്നു എന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റും നമുക്ക്. ഓക്കെ, ഒന്നും കൂടി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇനിയിപ്പോ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ദിവസം എക്സാം കിട്ടിയവർക്ക് വിഷമം തോന്നും, പേടിക്കേണ്ട, അവർക്കുള്ള ഒരു സംഭവം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഐഡിയ ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുമില്ല, നമ്മുടെ ഡാറ്റ അനലിറ്റിക്സ് എന്നൊക്കെ പറയില്ലേ, ആ സംഭവത്തിനെ കുറച്ച് നല്ല രീതിക്ക് നമ്മുടെ ജീവിതത്തിലും ഉപയോഗപ്പെടുത്താനായിട്ട് പോവാണ്. സത്യമായിട്ട് ഇത് എന്താണ്, ഇത് ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ ആണ് മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ്, കുറേ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, നല്ല കാര്യം. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ സമയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ AI ടൂൾസ് നമുക്ക് മുമ്പിൽ തരുന്നത്. ഓക്കെ, അപ്പോൾ ഐഡിയനെ കുറിച്ച് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് എന്താണ് വേണ്ടത്, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് പല സ്ഥലത്തു നിന്ന് എടുക്കാം. നിങ്ങൾക്ക് മറ്റെന്താ പറയുക കോച്ചിങ് സെന്റേഴ്സിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്താലും കിട്ടും. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ നിന്ന് കിട്ടും. അപ്പൊ അതിലോട്ട് ഞാൻ കൂടുതൽ ഇറങ്ങി ചെല്ലുന്നില്ല, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. എത്ര വർഷത്തെ ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മുടെ ലാസ്റ്റ് വർഷത്തെ എല്ലാ സെഷൻസും ഡൗൺലോഡ് ചെയ്യുന്നതിലേക്ക് ആയിരിക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് 10 ഇയർ ആണ് പ്രിഫറബിൾ. ഇനി അഥവാ 10 ഇയർ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 to 7 ഇയേഴ്സ് എങ്കിലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു AI പോയിട്ട് ഇത് എങ്ങനെയാണ് എന്താ പറയുക, നമുക്ക് വേണ്ട സാധനം ഇതിന്ന് എടുക്കുക എന്നുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ ഇപ്പോൾ ഈ നേരമില്ലാത്ത നേരത്തെ പ്രോംപ്റ്റ് ഒന്നും തപ്പി പോകണ്ട, ഞാൻ തന്നെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് കുറച്ച് പ്രോംപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കമന്റിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് കാണാൻ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അതിൽ തന്നെ ഏത് AI ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും നമ്മുടെ മുമ്പിൽ. ഇപ്പൊ എന്താ പറയാ, ക്ലോഡ് ഉണ്ട്, ജെമിനി ഉണ്ട്, ChatGPT ഉണ്ട്, പെർപ്ലക്സിറ്റി ഉണ്ട്, ഡീപ്സീക്ക് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതിലത്തെ ഏതാണ് നല്ലത് ഈ ഒരു സ്പെസിഫിക് ടാസ്കിന്, അതായത് പല ടാസ്കിനും പലതായിരിക്കും നല്ലത്, ഈ ഒരു സ്പെസിഫിക് ടാസ്കിന് ഏതായിരിക്കും നല്ലത് എന്ന് ഞാൻ പറയാം. ഞാൻ നിങ്ങൾക്ക് റിസൾട്ടും കാണിച്ചു തരാം. ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞ് തള്ളി വിടുമല്ല, ഞാൻ നിങ്ങൾക്ക് പ്രൂഫ് വെച്ചിട്ട് സംഭവം കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് തന്നെ ഇതിന്റെ ഗുണങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ ഗുണം, നിങ്ങളിപ്പോൾ ഒരു 5 മണിക്കൂറിന് അല്ലെങ്കിൽ കുറെ വീഡിയോ ഇങ്ങനെ ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു വീഡിയോ കാണുമ്പോൾ അവർ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് എടുത്തിട്ടാവും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ സംഭവം. നിങ്ങൾക്ക് ഈ ഒരു വഴി കൂടെ പോവുകയാണെങ്കിൽ മിനിമം 2 മിനിറ്റ് കൊണ്ടൊക്കെ ആ സംഭവം ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ സമയത്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കുറെ തിയറി കേട്ടിട്ടോ കുറെ വീഡിയോ കണ്ടിട്ടോ നമുക്ക് തോന്നും നമ്മൾ പഠിക്കുകയാണ് എന്ന്, പക്ഷെ റിസൾട്ടിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ അത് മാറ്റർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുകയാണെങ്കിൽ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടാകും, കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും ഒപ്റ്റിമൈസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സമയം ഉപയോഗിക്കാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ തന്നെയാണ്. ആൻഡ് അത് ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ മാർഗങ്ങളുണ്ട്. എന്താണ് ഇതിന്റെ കോർ കോൺസെപ്റ്റ്. ആൻഡ് ഇനി നമുക്ക് പരിപാടിക്ക് തന്നെ നടക്കാം. എനിക്ക് സംഭവം കാണിച്ചു തരുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന്. ഞാൻ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുള്ള പ്രോംപ്റ്റിന്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. എത്ര അടിപൊളിയായിട്ടാണ് ഈ സാധനം വന്നിട്ടുള്ളത് നോക്കി നോക്കാം. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രോംപ്റ്റിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഞാനപ്പോൾ ആദ്യം തന്നെ ഈ സംഭവത്തിനെ കുറച്ച് സ്റ്റെപ്പ് വൈസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് മൊത്തം 7 സ്റ്റെപ്പാണ് ഉള്ളത്. ആദ്യം നിങ്ങൾ കീമിന്റെ എന്താ പറയുക എക്സ്പെർട്ട് ആണ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെയിൻ ആയിട്ട് പിന്നെ വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ടോപ്പിക്സ് ഒക്കെ കൊടുത്തിട്ട് ഇവന്മാരോട് ഒരു ടേബിൾ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്.
നമ്മുടെ ഇയർ, ക്വസ്റ്റ്യൻ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ഒരു ഇതേപോലെ ഒരു ബേസിക് ആയിട്ടുള്ള ടേബിൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ ഫ്രീക്വൻസി വെച്ചിട്ട് വേറൊരു ടേബിൾ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നതാണ് നമ്മുടെ മെയിൻ പാർട്ട്, അതാണ് പാറ്റേൺ റെക്കഗ്നിഷൻ. ഫോർ ഈച്ച് സബ്ജക്ട് ഐഡന്റിഫൈ പാറ്റേൺ ആൻഡ് എന്താ പറയുക മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ആർക്കിടൈപ്സ് ആണ്. ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫിസിക്സിലായാലും എല്ലാ പേപ്പറിലും കുറച്ച് സാധനങ്ങൾ എന്താ പറയുക ഡയറക്റ്റ് ഫോർമുല അല്ലാന്നുണ്ടെങ്കിൽ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നതെന്ന് മനസ്സിലാക്കി നമുക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഈ ഒരു സ്റ്റേപ്പിൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്താ പറയുക കുറച്ച് സമയമുള്ളതെന്നുണ്ടെങ്കിൽ വേറെ മോക്ക് ടെസ്റ്റ് ഒക്കെ എടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ ആയിരിക്കും ഇതുപോലെ ഡാറ്റ ഡ്രിവൻ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചൊരു 90 ക്വസ്റ്റ്യൻസും എന്താ പറയുക കീം സ്റ്റൈൽ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, റിലേറ്റഡ് ടു എന്താ പറയുക അക്കോർഡിംഗ് ടു ദിസ് പാറ്റേൺ. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിന്റെ സൊല്യൂഷൻസ് തരാൻ പറഞ്ഞിട്ടുണ്ട് ഒബ്വിയസ്ലി. അതുപോലെ തന്നെ കുറച്ച് സ്ട്രാറ്റജിക് ഇൻസൈറ്റ്സ് തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സും ഏറ്റവും എന്താ പറയുക റിപ്പീറ്റ് ചെയ്ത് വരുന്ന പാറ്റേൺസും ഒക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ ഓപ്ഷനിലാണ് ഈ സംഭവം. ഓപ്ഷനിലായിട്ട് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാക്കി തരാനായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഒരു 7 day റിവിഷൻ പ്ലാൻ പോലെ. അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ദിവസമാണ് പരീക്ഷ എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സമയമില്ല. പക്ഷെ നിങ്ങളുടെ കുറച്ച് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഓപ്ഷനിലാണ്. ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. നമ്മുടെ സ്റ്റെപ്പ് 1 മുതലുള്ള റിസൾട്ട് ഇതാണ്. പക്ഷെ നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ 7th പോയിന്റിലോട്ടൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ഇത് എന്തിനാണ് നമ്മൾ അപ്പോൾ ആഡ് ചെയ്യണമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയാലും ഒരുമിച്ച് ഇത്തിരി സംഭവങ്ങളൊന്നും പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സീക്വൻഷ്യലി പറഞ്ഞാൽ അത് മര്യാദയ്ക്ക് ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ചില സാധനങ്ങൾ ഇതിൽ നമുക്ക് കിട്ടും. ഇത് ആദ്യം ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എന്താ പറയുക ഏത് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്, ഏത് ടോപ്പിക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ സംഭവം കണ്ടോ. അപ്പോൾ ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താ പറയുക കുറച്ചും കൂടി നിങ്ങൾ അടിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടേബിൾ കാണാം. Day 1, Day 2, Day 3 എന്നൊക്കെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഒരു സംഭവത്തിൽ നിന്ന് വന്നിട്ടുള്ളതെന്ന്. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക അതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാം. കുറച്ചും കൂടിയും പോയാൽ നിങ്ങൾക്ക് പേഴ്സൻറ്റേജ് വൈസ് സംഭവം കാണാം. പക്ഷെ ഇതിനെക്കാട്ടിലൊക്കെ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ കണ്ടോ ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്സിൽ ക്വസ്റ്റ്യൻസിലോട്ടാണ്. കണ്ടോ 90 ക്വസ്റ്റ്യൻ ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. 90 ക്വസ്റ്റ്യൻസ് അവർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിനൊപ്പം സൊല്യൂഷൻസും ഉണ്ട്. അത് ഞാൻ എന്താ പറയുക ഇപ്പോൾ സ്കിപ്പ് ചെയ്യണം. അതിലോട്ട് കൂടുതൽ പോകേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സൂപ്പർ സ്റ്റാർ. ഇതിലെന്താണ് സ്ട്രാറ്റജിക് ഇൻസൈറ്റ്സിൽ അവർ ടോപ്പ് 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിൽ എന്താ പറയുക ഇവിടെ എവിഡൻസ് എന്നൊക്കെ പറഞ്ഞ് സൈറ്റ് ചെയ്യുന്നു. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ നമ്മൾ ഇത് കുറച്ചും കൂടി സ്പെസിഫിക് ആണ്. അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ യങ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ ഫ്രിഞ്ച് വിഡ്ത്തിനെ കുറിച്ചാണ് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഡീബ്രോളി വേവ് ലെങ്ത്തിന്റെ ഈ ഇക്വേഷൻ എന്നാണ് കൂടുതൽ ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ സാധനം ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് ഇവന്മാരോട് പറയാം അക്കോർഡിംഗ് ടു ദി പ്രീവിയസ് ഇയർ ട്രെൻഡ്സ് ഇതിനൊരു കീമിൽ ചോദിക്കാൻ പറ്റുന്ന പോലത്തെ 5 ക്വസ്റ്റൻസ് ഈ ഒരു ടോപ്പിക്കിൽ ജനറേറ്റ് ചെയ്യാൻ പറയാം. 10 എന്താ പറയുക മൊത്തം സംഭവങ്ങളെ നമുക്കുള്ളൂ. ഒരു 5 ക്വസ്റ്റൻ ഓരോന്നും വെച്ച് ചെയ്ത് 50 ക്വസ്റ്റൻസ് വരുള്ളൂ. അങ്ങനെ ഓരോ ചാപ്റ്ററിനും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിനും നമ്മൾ 50 ക്വസ്റ്റൻ വെച്ച് ചെയ്ത് 150 ക്വസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യും, നല്ല പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസിന്റെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി അടിക്ക് പോകാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഏറ്റവും റിപ്പീറ്റ് പാറ്റേൺസ് പെർ സബ്ജക്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഡാറ്റ മാത്രമാണ് ഇതിന് കൊടുത്തിട്ടുള്ള ഈ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് Day 1, Day 3, Day 2 എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഇങ്ങനെ ഓരോ സബ്ജക്റ്റിനും തന്നിട്ട് അവസാനം എന്താ പറയുക നമ്മുടെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ടേബിൾ ഇവന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രയോറിറ്റൈസ് കവർ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ 7 day റിവിഷൻ പ്ലാനും ഇവന്മാർ തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. 7 day റിവിഷൻ പ്ലാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ ഐഡിയ. ഇനി ഏത് എ ടൂളാണ് ഇതിന് ബെസ്റ്റ്? ഇപ്പം ഞാൻ ഇത് ചെയ്തിരിക്കുന്ന ക്ലൗഡിലാണെന്ന് പറഞ്ഞല്ലോ. ഏത് എ ടൂളാണ് ഇതിന് ബെസ്റ്റ്? ക്വസ്റ്റൻസിന്റെ പ്രീവിയസ് ഇയർ ഏത് പാറ്റേണിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അതായത് എല്ലാ വർഷത്തെയും കൂടി ഒരുമിച്ച് ഇടണോ ഓരോ വർഷത്തെയായിട്ട് ഇടണോ, ആ സംഭവം നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന റിസൾട്ട് ക്ലൗഡിന്റെ ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ക്ലൗഡ് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് എനിക്ക് ബെറ്റർ റിസൾട്ട് തന്നത് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അഥവാ വേറെ വല്ല സാധനങ്ങളും കൂടിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ടിപ്പ് തരാം. നിങ്ങൾ ഒരുമിച്ച് ഇപ്പൊ നമ്മുടെ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്വാൻസ്ഡ് പ്രോംപ്റ്റ്, അത് ഫ്രാഗ്മെന്റ് ചെയ്യുന്നുണ്ട് ടാസ്കിനെ. അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സാധനം കൊടുത്ത ജെമിനിയിൽ നിന്നൊന്നും നല്ലൊരു പക്കാ റിസൾട്ട് കിട്ടൂല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രോംപ്റ്റ് കൊടുത്തിട്ട് പറയണം ഡു ഫസ്റ്റ് ആദ്യം പറയാം സ്റ്റെപ്പ് 1 to 2 ചെയ്യാൻ പറയാം. അതിനുശേഷം 2 to 3 അങ്ങനെ ഒരു സീക്വൻഷ്യലി പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസൈഡ് റിസൾട്ട് അവസാനം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കാം. പക്ഷെ ക്ലൗഡ് ഈസ് ഇനഫ്. എന്താ സംബന്ധിച്ചത് ഫ്രീ ആണ്. പക്ഷെ അതിന് കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അമ്മമാര് ക്രെഡിറ്റ് തരുന്നു എന്ന് പറയും. പക്ഷെ ഇപ്പൊ തൽക്കാലം അത്യാവശ്യത്തിന് നിങ്ങൾക്ക് അമ്മയുടെ അച്ഛൻ്റെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഇമെയിൽ അക്കൗണ്ട് ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പരിപാടി നടത്താം. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം നമ്മുടെ ടീമിലുള്ളൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ എങ്ങനെയാണ് എക്സാം പേപ്പേഴ്സ് അനലൈസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷത്തെ എല്ലാ സെഷൻസ് ക്വസ്റ്റ്യൻ പേപ്പറും തപ്പി കണ്ടുപിടിച്ചിട്ട് ഈ പരിപാടി നടത്തുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ പറയുക 10 years അറ്റ്ലീസ്റ്റ് ഒരു ലാസ്റ്റ് 7 years പേപ്പർ നോക്കുക. അപ്പൊ ഇതെടുത്താൽ തന്നെ നമ്മളതിൽ കുറേ എണ്ണം ഉണ്ടാവും. 4 ദിവസം കൊണ്ട് പരീക്ഷ ഉണ്ടായിരുന്നില്ലേ. പക്ഷെ ഈ അതിന് മുമ്പുള്ള ഇയേഴ്സ് പോയാൽ നമുക്ക് ഒരു വർഷം 10 പേപ്പറേ ഉള്ളൂ. അപ്പൊ അത് അത്ര എണ്ണം വരില്ല. 10 വർഷത്തെ എടുത്താണെന്നുണ്ടെങ്കിൽ ഇതേ പ്ലസ് ഒരു
9 വന്നാൽ നമുക്ക് എണ്ണം അത്ര വരില്ല. അതിനുശേഷം ഇത് ഒഴിവാക്കിയിട്ട് ലാസ്റ്റ് ഇയർ ഒഴിവാക്കിയിട്ടുള്ള ഈ വർഷങ്ങളുടെ അനാലിസിസ് നടത്തുക. ഓക്കെ, ഇനി അതിനുശേഷമാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം വരുന്നത്. എല്ലാ സംഭവങ്ങളും കൂടി ഇട്ടിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന ടോപ്പിക്സ് നല്ലതായിട്ട് കോൺഫിഡൻസ് ഉള്ള ടോപ്പിക്ക് വിടുക. ഇപ്പോൾ കുറച്ച് ഡൗട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക, അക്കോർഡിംഗ് ടു ദി പ്രീവിയസ് ഇയർ പാറ്റേൺസ് ബൈ അനലൈസിങ് ദീസ് തിങ്സ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ആ ടോപ്പിക് ഏതാണെന്ന് നമുക്ക് ഈ അനാലിസിസിൽ നിന്ന് കിട്ടും. അപ്പം അത് ശ്രദ്ധിക്കുക, അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ആ ടോപ്പിക്കിൽ നിന്ന് എന്നോട് ഒരു 5 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറയാം, പ്രീവിയസ് ഇയർ പാറ്റേൺ. ഇതൊക്കെ എന്തിനാണ് ഇത് പറയുന്നത് വെച്ചാൽ കീമിലുണ്ടല്ലോ പലപ്പോഴും പല കോൺസെപ്റ്റ് റിപ്പീറ്റിംഗ് ആണ്. നിങ്ങൾ ഓക്സിഡേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റൽസിന്റെ ഒക്കെ എപ്പോഴും ചോദിക്കുന്ന മെറ്റൽസ് ഒരേ ടൈപ്പ് മെറ്റൽസ് ആണ്. ഇപ്പൊ കുറച്ച് MN ഉണ്ടാവും, പിന്നെ കുറച്ച് CR ഉണ്ടാവും, അങ്ങനത്തെ മെയിൻ ആയിട്ട് സാധനങ്ങൾ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും തന്നെ നമുക്ക് സംഭവം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ അത് നിൽക്കും, വേഗം പോയിട്ട് പരീക്ഷയ്ക്കും അത് എഴുതി വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടായെന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടി പറയാനുള്ള എന്താ വെച്ചാൽ, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ പഠിക്കുന്ന IIT ഖരഗ്പൂർ ആണെങ്കിലും ഞാൻ കുറച്ചു കാലം മുമ്പ് CET കുറച്ചു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലത്തെ കോളേജുകളെ കുറിച്ചും ഞാനപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കഴിഞ്ഞാൽ കേരളത്തിലത്തെ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളെ കുറിച്ചിട്ട് ഒരു സീരീസ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണമുണ്ടായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അത് കാണാനും കോളേജിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതിനെ കാണാനൊക്കെ കുറച്ച് ആളുണ്ടെങ്കിൽ എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും, അതുകൊണ്ട് പറഞ്ഞാണ്. പക്ഷേ സീരിയസ് ആയിട്ട് ഇനി കോളേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റിന് പോയപ്പോൾ എൻ്റെ എന്താ പറയുക റൂംമേറ്റ് എപ്പോഴും പറയായിരുന്നു, കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഷട്ടറിന്റെ ഇടയിൽ കൂടെ കയറി പോകണമെന്ന്. തമാശയായിട്ട് തോന്നാന്നുണ്ടെങ്കിലും അത് കുറച്ച് സത്യമാണ്. കാരണം എന്താ വെച്ചാൽ ദീസ് ആർ ലൈക്ക് ദി കമ്മിങ് 4 years ആർ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലൈക്ക് കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേറ്റീവ് ഇയേഴ്സ് ഇൻ യുവർ ലൈഫ്. ആ നമ്മൾ പോകുന്ന സ്ഥലം ഭയങ്കരമായിട്ട് നമ്മുടെ ജീവിതത്തിനെ ഇമ്പാക്ട് ചെയ്യും. നിങ്ങളുടെ കരിയറിനോട്ടുള്ള ഒരു റൺവേ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു 4 വർഷമാണ്. ഓക്കെ, അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് തന്നെ പോകാൻ നോക്കുക, അതിനായിട്ട് പണിയെടുക്കാൻ നോക്കുക. കുറച്ച് ദിവസമേ ഉള്ളൂ, നല്ല സ്മാർട്ടായിട്ട് പണിയെടുക്കുക. ഞാൻ ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുറെ പേര് വിചാരിക്കുന്നത് എന്ത് ഷോർട്ട് കട്ട് പരിപാടി എന്നൊക്കെ, പക്ഷെ അല്ല. ഞാൻ സ്റ്റേറ്റ് സിലബസ് പഠിച്ചുകൊണ്ട് പറയാണ്, പല കുട്ടികൾക്കും ഒരുപക്ഷെ റിപ്പീറ്റിനൊന്നും പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയോ മറ്റ് സ്ഥിതികളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവരുടെ അവര് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബോർഡ് എക്സാമിനായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ചെറിയ സമയത്താണ് അവർ ക്രാഷ് കോഴ്സോ കുറച്ച് യൂട്യൂബ് വീഡിയോ കണ്ട് കീമിന് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് സമയം കളയുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്റർ ആണ് നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഒരു 30% ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കീമിന്. ആ സാധനങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതല്ലാത്തുള്ള ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഈ 30% ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറി ബേസ്ഡും കെമിസ്ട്രിയിലൊക്കെ എന്താ പറയുക ഫാക്ട് ബേസ്ഡും ഉള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് കുറച്ച് നെയിം റിയാക്ഷൻസ് വരും. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ 30% പറയുന്നത്. അതൊന്നും ഒരിക്കലും വിടരുത്. അത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരിക്കണം. അത് ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് വേണം നമ്മൾ എന്താ പറയുക പരീക്ഷയ്ക്ക് തന്നെ പോകാൻ. പിന്നെയുള്ള 70% നമ്മൾ കഷ്ടപ്പെടേണ്ടത്. അപ്പൊ ഈ 30% ഒക്കെ ഉറപ്പിക്കാനായിട്ട് നമുക്ക് ഇങ്ങനത്തെ അനാലിസിസ് ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്ത് മെമ്മറി ബേസ്ഡ് സാധനം നമ്മൾ ഈ ഒരു അനാലിസിസ് ശേഷം മെമ്മറി ബേസ്ഡ് ക്വസ്റ്റൻസിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ ആ സാധനങ്ങൾ പഠിച്ചു പോയാൽ തന്നെ 30% ഓൾമോസ്റ്റ് ശരിയാവും. ഓക്കെ, അപ്പം അങ്ങനെ സ്മാർട്ടായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എന്താ പറയുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതിന് ടെൻഷനൊന്നും അടിക്കാണ്ട് പോയിട്ട് പരീക്ഷ എഴുതുക. കാരണം ടെൻഷൻ അടിച്ച് അവസാനം ഉള്ളതും കൂടി കഴിഞ്ഞു പോകും. എല്ലാം ശരിയാവും. ഓക്കെ, ബൈ.